നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കർഷകരെ കണ്ണീരിലാഴ്ത്തി മഴ. 2 ദിവസം പെയ്ത തുടർച്ചയായ മഴയിൽ തിരുവല്ല നിയോജക മണ്ഡലത്തിലെയും അപ്പർ കുട്ടനാട്ടിലെയുമെല്ലാം മിക്ക പാടശേഖരങ്ങളും വെള്ളത്തിലായി. മിക്കവയും വിത്ത് വിതച്ചവ ആയിരുന്നു. ഇനി വീണ്ടും വിത്ത് വിതയ്ക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് പെരിങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പാടശേഖരങ്ങളിലാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും അധികം പാടശേഖരമുള്ള പെരിങ്ങര പഞ്ചായത്തിലെ അപ്പർ കുട്ടനാടൻ പാടശേഖരത്തിലെ കർഷകർ ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ 2-3 ദിവസമായി പെയ്ത മഴ 500 ഹെക്ടറിലധികം പാടശേഖരങ്ങൾ ഇന്ന് വിതച്ച പാടശേഖരങ്ങൾ ഇന്ന് വെള്ളത്തിനടിയിലായ ഒരു സ്ഥിതിയിലാണ്. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നലെ രാത്രിയിൽ വീണ്ടും ഇപ്പോൾ ഒഴുകുന്നതായിട്ടുള്ള ആ കാപ്പോണമുക്കം അഞ്ചടി വേളൂർ മുണ്ടകം പാടശേഖരം ഏറ്റവും ആദ്യം കൃഷി ചെയ്യുന്നൊരു പാടശേഖരമാണ്. 580 ഏക്കർ പാടശേഖരമാണ് അവിടെ. കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും 2 ജില്ലകളിലെയും പാടശേഖരം ഉൾപ്പെടുന്ന ഒരു വലിയ പാടശേഖരമാണ്. അവിടെ ഒരു 90% കർഷകരും അവിടെ വിത കഴിഞ്ഞു. ഒരു 6-7 ദിവസമേ ആയിട്ടുള്ളൂ. ആ പാടശേഖരത്തിലേക്കാണ് ഇന്നലെ രാത്രിയിൽ ഇപ്പോൾ ആ ഒഴുകുന്നതായിട്ടുള്ള മട പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കർഷകർ വലിയ ഒരു പ്രതിസന്ധിയിലാണ്. കൃഷി ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഈ കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തണം. ഇപ്പോൾ ആ ഒഴുകുന്നതായിട്ടുള്ള ആ ബണ്ട് പൊട്ടി ഒഴുകുന്നതായിട്ടുള്ള സ്ഥലം, അത് അവിടെ ബണ്ട് സംരക്ഷണം വളരെ ദുർബലമാണ് എന്നുള്ളത് വളരെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അധികാരികൾ ഒരു നടപടിയും എടുത്തിട്ടില്ല. കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയുടെ നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടുത്തെ ജനപ്രതിനിധികൾ ഉത്സാഹിച്ചിരുന്നെങ്കിൽ 900 മീറ്റർ കൂടെ ആ ബണ്ടുക്കം റോഡ് പണി നടത്തിയിരുന്നുവെങ്കിൽ ഈ വേങ്ങൽ വേളൂർ മുണ്ടകം റോഡ് ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള പൂവത്തേക്ക് ആ റോഡ് കൊണ്ട് എത്തിക്കാമായിരുന്നു. ആ റോഡ് എത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ ബണ്ടിന് സംരക്ഷണവും ഇന്ന് ഈ ഒരു ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ ജനപ്രതിനിധികളും കൃഷി ഡിപ്പാർട്ട്മെന്റും ഒക്കെ കാണിച്ചതായിട്ടുള്ള വലിയൊരു അനാസ്ഥയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു ദുരിതത്തിലേക്ക് കർഷകരെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തരമായ നഷ്ടപരിഹാരം കർഷകർക്ക് കൊടുക്കണം. വലിയൊരു സാമ്പത്തിക ബാധ്യത ഇപ്പോൾ കർഷകർക്കുണ്ട്. ഈ വിതയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഈ പാടം ഒരുക്കിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ ഒരു ഭാരിച്ച ചെലവ് കർഷകൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അന്നേരമാണ് ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ മഴ വലിയ ഈ കഴിഞ്ഞ 2-3 ദിവസമായി പെയ്ത മഴയും ഇപ്പോഴത്തെ ഈ മടവീഴ്ചയും എല്ലാം വലിയ ഒരു ദുരിതത്തിലേക്കാണ്. ഇങ്ങനെ പോയാൽ കർഷകര് ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇടുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.